മൊത്തി അറിയാം പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ് ഇന്ന് ഏതൊക്കെ സെലിബ്രിറ്റീസാണ് ഇവിടെ പൊങ്കാല ഇടാൻ എത്തിയിരിക്കുന്നതെന്ന് അറിയാനായിട്ട്. ഇവിടെ പൊങ്കാലയുടെ ഒരുക്കങ്ങളൊക്കെ തകൃതിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം ഭംഗിയിൽ തന്നെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ദേവിയുടെ വിഗ്രഹമൊക്കെ മാല ചാർത്തി, അതുപോലെ തന്നെ പൊങ്കാല ഇടാനുള്ള കലങ്ങളൊക്കെ ഭംഗിയിൽ ഒരുക്കി മാല ചുറ്റി ഏറ്റവും ഭംഗിയായിട്ട് തന്നെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് സീരിയലിലൂടെയൊക്കെ നമ്മുടെ ഒക്കെ മനസ്സ് കീഴടക്കി, അല്ലെങ്കിൽ നമുക്കൊക്കെ വളരെ സുപരിചിതരായിട്ടുള്ള ഒരുപാട് താരങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് പൊങ്കാല ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരുക്കങ്ങളിലുമൊക്കെ കൂടെ കുറച്ചധികം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ? നല്ല ഭംഗിയായിട്ടുണ്ട്. എല്ലാ വർഷവും എൻ്റെ വീട്ടിൽ പൂജാമുറിയിൽ വെച്ചിരുന്നതാണ് ഞാൻ ഈ ദേവീൻ്റെ വിഗ്രഹം. പക്ഷേ ഈ വർഷം എനിക്ക് തോന്നി അതോടെ കൊണ്ടുവരണം, അങ്ങനെ കൊണ്ടുവന്നതാണ്. എത്ര വർഷമായി പൊങ്കാല ഇടാൻ തുടങ്ങിയിട്ട്? ഒരു അഭിനയിക്കാൻ 10-15 വർഷമായി, അന്നോട്ടെ പൊങ്കാല ഇടുന്നുണ്ട്. അപ്പം ഇത്രയും വർഷം ഇങ്ങനെ പൊങ്കാല ഇടുമ്പോഴത്തേക്കും ഓരോ തവണയും വീണ്ടും വീണ്ടും പൊങ്കാല ഇടാൻ എത്തുന്നു, അതൊരു വലിയ കാര്യമാണല്ലോ. നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഈ നടയിലേക്ക് എത്തുക എന്നുള്ളത്. ഓരോ വർഷവും ഇങ്ങനെ വരുമ്പോഴത്തേക്കും പുതിയ പുതിയ പ്രാർത്ഥനകളും പുതിയ പുതിയ ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ടാണല്ലേ? ഉറപ്പായിട്ടും ഓരോ പ്രാവശ്യവും ദേവിക്ക് പൊങ്കാല ആ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുവാണ് നമ്മൾ. പൊങ്കാല ഡേറ്റിൽ നമ്മൾ ഷൂട്ടുണ്ടെങ്കിൽ പോലും, കഴിഞ്ഞ വർഷമൊക്കെയാണ് എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു. തലേ ദിവസം ഞാൻ രാത്രി 1:30 മണിക്കാണ് ഇവിടെ വന്നത്. ഏഷ്യാനെറ്റിൻ്റെ ഷൂട്ടുണ്ടായിരുന്നു. 1:30 മണിക്കാണ് ഞാനിവിടെ വന്നത്. പക്ഷേ ഞാൻ ആ വർഷം പൊങ്കാല ഇടാൻ പറ്റില്ല എന്ന് വിചാരിച്ചു, 1:30 മണി വരെ ഷൂട്ട് പോയപ്പോൾ. പക്ഷേ എന്നെ ദേവി ഇവിടെ കൊണ്ടെത്തിച്ചു. ഇതുവരെ മുടക്കം വന്നിട്ടില്ല. അതിലൊത്തിരി സന്തോഷമുണ്ട്. ഓരോ പ്രാവശ്യവും ഓരോ പ്രാർത്ഥനയുണ്ടാവും, അത് ഉറപ്പായിട്ട് നടന്നിരിക്കും. ദേവി നടത്തി തരും, അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ കയ്യിലുണ്ട്. ഉറപ്പായിട്ടും ദേവി നടത്തുന്നുണ്ട്. ഇത്രയും നാൾ പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം നടത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും ജീവിച്ചിരിക്കുന്ന നാൾ മൊത്തം പൊങ്കാല ഇടാനാണ് ആഗ്രഹം. അതാണ് ഓരോ തവണയും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറ്റി ദേവി ഇങ്ങനെ അനുഗ്രഹിക്കുകയാണ്. നമുക്കറിയാം താരങ്ങളൊക്കെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. പതിയെ പതിയെ ഇവിടെ സജീവമാവും, തിരക്കുകൾ വർദ്ധിക്കും. നമ്മുടെ എല്ലാം പ്രിയങ്കരിയായിട്ടുള്ള സീരിയൽ താരങ്ങളായിട്ടുള്ള സ്റ്റെഫി ലിയോൺ അടക്കം എല്ലാവരും പൊങ്കാല ഇടാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ആദ്യമായി പൊങ്കാല ഇടുന്നവർ തൊട്ട് 52 വർഷമായി പൊങ്കാല ഇടുന്നവർ വരെ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. രാവിലെ നമ്മൾ അവരൊക്കെ പരിചയപ്പെട്ടതാണ്. നമുക്കിന്ന് മറ്റൊരാളെ കൂടി പരിചയപ്പെടാം. മറ്റൊരാൾ കൂടി ഇന്നിവിടെ പൊങ്കാല ഇടാനായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാം, ഒരാളല്ല രണ്ടാളുണ്ട്. രണ്ടാൾ ഒരുമിച്ചാണ് എത്തിയിരിക്കുന്നത്. നമുക്കെല്ലാം സിനിമയിലൂടെയും സീരിയലിലൂടെയും ഒക്കെ പ്രിയങ്കരമായിട്ടുള്ള ഉഷേച്ചിയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ഒരു നീണ്ട യാത്രയ്ക്കൊക്കെ ശേഷം കുംഭമേളയ്ക്കൊക്കെ പോയി പ്രയാഗ്രാജിലൂടെയൊക്കെ ഒന്ന് പോയി തിരിച്ച് ആറ്റുകാലമ്മയുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് അല്ലേ പൊങ്കാല ഇടാൻ. എന്താണ് പറയാനുള്ളത്? ലോകാസമസ്ത സുഖിനോ ഭവന്തു, അത് തന്നെയാണ് ഇവിടെ അമ്മയോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രയാഗ്രാജിൽ പോയി എല്ലാ ദിവസവും കറുക കൊണ്ടുള്ള ഹോമങ്ങളെല്ലാം നടത്തുമ്പോഴും 27 നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ടും ഞാൻ അവിടെ എല്ലാ ദിവസവും ഹോമത്തിൽ പ്രാർത്ഥന നടക്കും. അതേ പ്രാർത്ഥന തന്നെ ഞാൻ പോകുന്ന വഴികളിലെല്ലാം. ഇതപ്പോൾ വീണ്ടും കഴിഞ്ഞ വർഷം എനിക്ക് ഇവിടെ പറ്റിയിട്ടില്ലായിരുന്നു. ഞാൻ ലണ്ടനിലായിരുന്നു. എൻ്റെ മോള് വീണ്ടും ഒന്ന് പ്രസവിച്ചു, അവിടെയായിരുന്നു. വീണ്ടും 18ാമത്തെ വർഷം ഞാനിവിടെ എത്തിയിട്ടുണ്ട്. 18 വർഷങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പൊങ്കാലയുടെ ഓർമ്മകളൊക്കെ പങ്കുവെക്കാനുണ്ടാവും അല്ലേ? ആദ്യമായിട്ട് പൊങ്കാല ഇടാൻ വന്നത് ഓർമ്മയുണ്ടോ? ഏത് പ്രായത്തിലായിരുന്നു? അതായത് എൻ്റെ അമ്മയാണ്. ഞങ്ങൾ കണ്ണൂർക്കാരാണ്. അമ്മ ഞാൻ ചെന്നൈയിലുള്ളപ്പോൾ ഇങ്ങനെ പാത്രമൊക്കെ എടുത്തിട്ട് വരുമ്പോൾ ഞാൻ ചോദിക്കും അമ്മ എങ്ങോട്ടാണ് പോകണമെന്ന്. അപ്പോൾ പറയാം അമ്മ അയ്യോ അതൊരു മഹാത്ഭുതമുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ എൻ്റെ മകൻ ഓട്ടോഗ്രാഫ് സീരിയലിൽ ജെയിംസ് 5 ഫിംഗേഴ്സ്, അവൻ ഇവിടെയാണ് ഞങ്ങൾക്ക് റൂം. അങ്ങനെയാണ് ഞാനിവിടെ ഭഗവതിയുടെ മഹാത്മ്യം അറിയുന്നതും ഭഗവതിയുടെ ഒരു ഭക്തയായി മാറുന്നതും. ഭഗവതിക്ക് വേണ്ടിയുള്ള, എന്നെ കണ്ടില്ലെങ്കിൽ ഭഗവതിക്കും, എനിക്ക് കണ്ടില്ലെങ്കിൽ എനിക്കും വല്ലാത്തൊരു അസ്വസ്ഥയാകാൻ തുടങ്ങി. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഒരു 2 മാസം ഞാൻ പോകാതിരിക്കുമ്പോൾ നിങ്ങൾ ആറ്റുകാൽ പോയില്ലേ ചോദിക്കും. അപ്പം ഞാൻ ചോദിക്കുന്നത് പോകണം. പോകണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഓടി വരും. അപ്പം ഇവിടുന്നാണ് തുടക്കം, ഇവിടെ തന്നെയാണ് ഇടുന്നത്. അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല. പിന്നെ കൊറോണ സമയത്തൊക്കെ വീട്ടിലിട്ടിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പം ദൈവം അനുഗ്രഹിച്ച് ഞാൻ ഒറ്റയ്ക്ക് നടന്നൊക്കെ തന്നെയാണ് വരുന്നത്, അതുപോലെ നടന്നൊക്കെ തന്നെയാണ് പോകുന്നത്. ഇവിടെ ഒരു സ്ഥലം ഭഗവതി ഒരുക്കി തരും. അത് ഇപ്രാവശ്യം അങ്ങനെ തന്നെ തന്നു. പറഞ്ഞതൊരു വലിയ കാര്യമാണല്ലോ. ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ദേവി അമ്മയായി മാറുകയാണ്, സഹോദരിയായി മാറുകയാണ്, മറ്റാരൊക്കെയോ വളരെ പ്രിയപ്പെട്ട മറ്റാരൊക്കെയോ ആയിട്ട് മാറുകയാണ്. അങ്ങനൊരു ബന്ധമാണ് ഓരോ വർഷവും നമ്മളെല്ലാവരും ഇവിടെ കൊണ്ടുവരുന്നത് അല്ലേ? തീർച്ചയായും. എൻ്റെ മകളുടെ കുഞ്ഞിന് പോലും പൂരം നക്ഷത്രത്തിലാണ് അവൻ പിറക്കുന്നത്. കാരണം അത്രയധികം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചായിരുന്നു, എൻ്റെ എനിക്കൊരു മകൾക്ക് ഒരു കുഞ്ഞുണ്ടാണ്. അപ്പോൾ അമ്മ അനുഗ്രഹിച്ച് തന്ന ആ കുഞ്ഞ്, അതൊക്കെ വലിയ സന്തോഷമാണ്. അമ്മയുടെ ഏറ്റവും വലിയ ഭക്തയ്ക്ക് അങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടാവുക എന്ന് പറയുന്നത്. എത്രാമത്തെ വട്ടമാണ് പൊങ്കാല? ഞാൻ 93-ലാണ് ഫസ്റ്റിൽ വന്നത്. അത് ചെന്നൈയിലുള്ള സമയത്ത് ചെന്നൈയിലിങ്ങനെ ഓരോരുത്തർ പറഞ്ഞു ഇങ്ങനെ പൊങ്കാല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റക്കാണ് ചെന്നൈയിൽ വന്നത്. ആദ്യമായിട്ട് ഇട്ടത് മണക്കാടിൽ ഒരു വീട്ടിലാണ്. പിന്നെ
ഷൂട്ടിങ്ങിനൊക്കെ വന്ന സമയത്ത് ഇവിടെയൊക്കെ എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടു. പിന്നെ ഗൗരി വന്ദനത്തിൽ വന്ന് നിറയെ പ്രാവശ്യം ഗൗരി വന്ദനത്തിൽ തന്നെ ഇട്ടു. ഇപ്പം ഫാമിലി ആയിട്ട് എൻ്റെ മൂത്ത മകളെ അമ്പലമുക്കിലാണ് കല്യാണം കഴിച്ചു കൊണ്ടാന്ന്. അപ്പോൾ പിന്നെ അവരെല്ലാം കൂടെ വരുന്ന സമയത്ത് ഇപ്പോൾ 2 കൊല്ലമായിട്ട് ഞാൻ ഇവിടെ ഇടുന്നില്ല. കാരണം ഞാൻ ട്രീറ്റ്മെൻറ്റിലാണ്. ഷൂട്ടിങ്ങിന് തന്നെ കുറച്ച് മാറ്റി വെച്ചിട്ടാവുള്ളൂ. ഇപ്പോൾ ഒരു ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരിത് വന്നപ്പോൾ അമ്മ കൊടുങ്ങല്ലൂർ, ഞങ്ങൾക്ക് ക്ഷേത്രമെല്ലാം ഉള്ളതുകൊണ്ട് കൊടുങ്ങല്ലൂർ അമ്മയാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. പക്ഷേ ആറ്റുകാലമ്മ ഇവിടെ വന്നതിന് ശേഷം 94 മുതൽ കൊടുങ്ങല്ലൂർ അമ്മയെ പോലെ തന്നെ നമ്മളെ കുലദൈവം പോലെ തന്നെ ആറ്റുകാലമ്മ വിളിച്ചാൽ വിളിപ്പുറത്ത് നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മക്കളെ എല്ലാവരെയും ഒരേ ദിവസം ഒരു സ്ഥലത്ത് തന്നെ പൊങ്കാല ഇടിയിക്കണം അമ്മയെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അതുപോലെ നടന്നു. ഇതുവരെ അമ്മ നമുക്ക് ഒരു അന്യനായിട്ടില്ല. ഇവിടെ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ആദ്യം ആറ്റുകാലമ്മ, പത്മനാഭസ്വാമി ക്ഷേത്രം, പിന്നെ അമ്പലങ്ങളിലാണ്, പിന്നെ മൂകാംബിക. നമ്മൾ സ്ഥിരം യാത്ര ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ട്രീറ്റ്മെൻറ്റിലാണ്. എന്നിരുന്നാലും പൊങ്കാലൊക്കെ വന്നു. കുട്ടികളൊക്കെ അവിടെ 7, 8, 9 അടുപ്പ് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ നമ്മളെ ആൾക്കാർ ആർട്ടിസ്റ്റുകളൊക്കെ ഇവിടെയല്ലേ ഉണ്ടാവുക, അത് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇപ്പം ട്രിവാൻഡ്രത്ത് ഞാൻ താമസിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കണ്ണൂരിൽ നിന്നാണ് പൊങ്കാല ഇടാൻ വന്നത്. നല്ല അനുഭവമാണ് പൊങ്കാലക്ക്. ഓരോരോ ദിവസവും ഓരോരോ വർഷങ്ങളും ജനങ്ങൾ കൂടി വരുമ്പോൾ നമുക്കത് എന്തൊരു സന്തോഷമാണെന്നറിയാം. ആ അമ്മേൻ്റെ പേരിങ്ങനെ പുകഴ്ത്തു വരുമ്പോൾ അത് ഭയങ്കരം തന്നെയാണ്, കണ്ണ് നിറയാണ്. പിന്നെ നമ്മൾ ആർട്ടിസ്റ്റുകൾ പൊതുവെ അധികം ആളും ഭക്തന്മാരാണല്ലോ. ഏറെക്കുറെ ഞാൻ അമ്പലം പരിപാടിയൊക്കെ ഉള്ള ആളായതുകൊണ്ട് കൊടുങ്ങല്ലൂർ കോമരാണ്. 4 ദിവസം കൊടുങ്ങല്ലൂർ ഉണ്ടാവും. ഈ പ്രാവശ്യം ഞങ്ങൾ ഭരണി സംഘത്തിൻ്റെ ആളും കൂടിയാണ്. കോമരം മാത്രമല്ല, ഭരണി സംഘത്തിൻ്റെ ആളും കൂടിയായിരുന്നു. എന്നാലും ഇപ്പം ഞാൻ 3 ദിവസമേ അവിടെ എനിക്ക് അനുവാദമുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദേഹം വയ്യാത്തത് കൊണ്ട് തുള്ളാനും ചാടാനും പാടാനും ഒന്നും എൻ്റെ ഗുരുനാഥന്മാർ സമ്മതിക്കുന്നില്ല. എന്നാലും പോകണമല്ല. എല്ലാവിധത്തിലുള്ള അസുഖങ്ങളും ദൈവം മാറ്റി തരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലത് വരുമ്പം സ്വീകരിച്ച് ചീത്ത കളയാനുള്ളതല്ല, എല്ലാം നമ്മൾ സ്വീകരിക്കണമല്ല. ദൈവത്തിൻ്റെ കാരുണ്യമല്ലേ. ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ ജീവിച്ച് വന്ന ആളാണ്. ഒരു ആർട്ടിസ്റ്റായി ഇത്രയും പേരും പ്രശസ്തിയൊന്നായി വരുമെന്ന് എനിക്കറിയില്ല. ഞാൻ കമലഹാസൻ സാറിൻ്റെ കൂടെയൊക്കെ ചെന്നൈയിൽ വന്നിട്ട് അഭിനയിക്കുന്ന സമയത്ത്, തേവർ മകളിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ഭരത് സാറിൻ്റെ എല്ലാം നിറയെ പടം ചെയ്ത, ശശിയേട്ടൻ്റെ ഒക്കെ നിറയെ പടം ചെയ്ത ആളാണ്. പക്ഷേ ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. ഇതെല്ലാം അതാണ് പറഞ്ഞത്, ഇതൊക്കെ വലിയ ഭാഗ്യമായി കരുതിയാണ് ഓരോരുത്തരും ഇവിടെ ദേവിയുടെ നടയിലേക്ക് എത്തുന്നത്. ഒരുപാട് കഥകളും ഓർമ്മകളും ഒക്കെ ഓരോരുത്തർക്കും പങ്കുവെക്കാനുണ്ട്. ഇനിയും നമ്മളെ കാത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ നമ്മളോട് സംസാരിക്കാൻ, അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാനുമുണ്ട്. മാത്രമല്ല പൊങ്കാലയ്ക്ക് തുടക്കമാവുകയാണ് പതിയെ. കാരണം എല്ലാ ആർട്ടിസ്റ്റുകളും പതിയെ വരികയാണ്. സെലിബ്രിറ്റീസുകളൊക്കെ എത്തി അവരുടെ കലങ്ങളൊക്കെ ഒരുക്കുകയാണ്. അങ്ങനെ ഇവിടെ തിരക്കുകൾ സജീവമാവുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും പല താരങ്ങളും ഇപ്പോൾ അവരവരൊരുക്കിയിരിക്കുന്ന ഇടങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരക്കുകൾ ഇവിടെ ഗൗരി വന്ദനത്തിലും നന്നായി തന്നെ പോകുന്നു.